ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെൺകുട്ടിക്കുള്ള പേര് ഞാനാ ഇടുന്നേ. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പേരിടും. ഓഹോ, അത് കൊള്ളാലോ. അല്ല, അപ്പൊ അത് നിങ്ങളെ പോലെ ഇരട്ട കുട്ടികളാണെങ്കിലോ? എടി, അല്ല, സാബൂർക്കി സാർ വിളിച്ചു പറഞ്ഞ ഇന്റർവ്യൂ എന്നാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ജോലി കിട്ടിയാലും അവൻ പറഞ്ഞില്ല. എടാ, ജോലി എവിടെയാ കിട്ടിയത്? അത് പിന്നെ ഡ്രൈവർ പണിയാണെങ്കിലും കിട്ടിയിരിക്കുന്ന നല്ല അടിപൊളി സ്ഥലത്താ. എവിടെയാ? എടാ, നീ ഇതര എവിടെ കിട്ടിയെന്ന് പറഞ്ഞില്ലല്ലോ. അതല്ലേ രസം. ഈ ഭാര്യയ്ക്കും ഭർത്താവൻ ഒരു സ്ഥലത്തല്ലേ ജോലി. മനസ്സിലായില്ല. കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഡ്രൈവറായിട്ടല്ലേ നമ്മുടെ ആശാൻ ജോലിക്ക് കയറിയിരിക്കുന്നേ. പോകുന്നതും വരുന്നതും ഒക്കെ ഇനി ഒരുമിച്ചാവാലോ. അതെന്തായാലും നന്നായി. ഒരാൾക്കൊരാള് സഹായത്തിന് എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്തുണ്ടാവുന്ന? അവൾക്ക് ചായ മേടിച്ചു കൊടുക്കാനും അവളുടെ ഫയൽ എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാനൊന്നും എന്റെ മകനെ കിട്ടില്ല. ഭാമ ഏതാണ്ട് ജോലിയാ. ഞാനതിന് സമ്മതിക്കുന്നില്ല രാഘവേട്ട. എന്റെ മകനെ കൊണ്ട് അടിമപ്പണി ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. സത്യമേ, അത് പിന്നെ നീ മിണ്ടരുത്. നീയൊക്കെ കൂടിയാ എന്റെ മോനെ കൊണ്ട് ഇത്രയും വലിയ കുഴി കൊണ്ട് ചാടിച്ചത്. ഭാമേ, നീ കാര്യം അറിയാതെ ഈ സംസാരിക്കുന്നേ. ഒരു കാര്യം എനിക്ക് അറിയണ്ട. എന്റെ മകനെ അവളുടെ വേലക്കാരനാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. സോറി, ചായ. നിക്ക്. ആ ഫയൽ എവിടെ? അത് ഞാൻ കൊണ്ടുവരാം മാഡം. എനിക്കൊന്നും അറിയണ്ട. 5 മിനിറ്റിനകം ഫയലുകളെല്ലാം ഇവിടെ കിട്ടിയിരിക്കണം. മനസ്സിലായോ? ഇനി എന്താ നോക്കി നിൽക്കുന്നേ? ഗെറ്റ് ഔട്ട്. ഈ ജോലി ഇന്നത്തോടെ നിർത്തിക്കോളാൻ പറയണം നിന്റെ ആശാനോട്. ഇല്ലെങ്കിൽ സത്യഭാമയുടെ തനി സ്വരൂപം എല്ലാവരും അറിയും. മനസ്സിലായോ നിനക്ക്? ഞാൻ എന്താ പറയാനാ? അവളുടെ സ്വഭാവം ഇങ്ങനെ തന്നെ, അത് മാറത്തില്ല. ഞാൻ തന്നെ വലിയ പാടുവിട്ടാ കഴിയുന്നേ. ആഹാ, രണ്ടുപേരും ഇവിടെ വന്നിരിക്കുക. അല്ല, നിങ്ങള് രണ്ടാളും ശാരിക ആന്റിയെ ശല്യപ്പെടുത്തൊന്നുമല്ലല്ലോ? അല്ല ശാരദ അമ്മേ, ഞങ്ങള് പുതുതായി വരാൻ പോകുന്ന കുഞ്ഞുമാവയ്ക്ക് പേരുകൾ കണ്ടുപിടിക്കുക. പെൺകുട്ടിക്കുള്ള പേര് ഞാനാ ഇടുന്നേ. ആൺകുട്ടിയാണെങ്കിൽ ഞാൻ പേരിടും. ഓഹോ, അത് കൊള്ളാലോ. അല്ല, അപ്പൊ അത് നിങ്ങളെ പോലെ ഇരട്ട കുട്ടികളാണെങ്കിലോ? എടി, ഇരട്ട കുട്ടികളോ? ഞങ്ങള് രണ്ടുപേരും ഇരട്ട കുട്ടികളാണോ?
ഇരട്ടക്കുട്ടികളെന്ന് വെച്ചാ ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്നവരെന്നല്ലേ? ട്വിൻസ്. ഞങ്ങളെങ്ങനെ ട്വിൻസ് ആവും? മക്കളെ, അതെ, അത് അത് ഷാരിക ആന്റി ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ എങ്ങനെയാ ഇരട്ട കുട്ടികളാവുന്നത്? നിങ്ങള് രണ്ടമ്മമാരുടെ വയറ്റിൽ പിറന്നതല്ലേ? അല്ലേ അമ്മേ? പിന്നല്ലാതെ ഈ ശാരികാന്റിക്ക് ഒന്നും അറിഞ്ഞൂടാ. നീ ആ പാലം കുടിച്ചേ. ഒറ്റയാണെങ്കിലും ഇരട്ടയാണെങ്കിലും ആരോഗ്യം ഉണ്ടാവട്ടെ, അല്ലേ മക്കളെ? എന്നാലും ശാരദാമ്മേ, ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളുടെ ബർത്ത്ഡേയും ഒരുമിച്ചായിരിക്കില്ലേ? മോളെ, അതൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നേ? ശാരികാന്റിക്ക് എന്തായാലും ഇരട്ട കുട്ടികളായിരിക്കൂല, പോരെ? ആ പിന്നെ മക്കളെ, നിങ്ങൾക്ക് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. നല്ല മിടുക്കി കുട്ടികളായിട്ട് പോയിട്ട് പാലെടുത്ത് കുടിച്ചേ. ചേച്ചിയമ്മേ, ഈ ട്വിൻസായി ജനിക്കുന്നവര് ഒരേപോലെയല്ലേ ഇരിക്കത്തുള്ളൂ? പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. മാത്രമല്ല പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. എങ്കിൽ ഞങ്ങള് ട്വിൻസായാ മതിയായിരുന്നു. മതി നിങ്ങൾ പേരൊക്കെ എഴുതി കളിച്ചത്. അപ്പുറത്ത് പോയിരുന്ന പാലെടുത്ത് കുടിച്ചേ. അല്ലെങ്കിൽ പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് പഠിക്കേ. ഇല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാണെങ്കിൽ അത് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. കളിക്കായിരുന്ന പിന്നെ എന്തെങ്കിലുമൊക്കെ കളിച്ചോണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നോളൂ. ചെന്നേ. ഈ അമ്മയുടെ ഒരു കാര്യം. വാ പപ്പി, നമുക്കേ അപ്പുറത്ത് പോയിരുന്ന ബാക്കി പേരുകൾ കണ്ടുപിടിക്കാം. പേരെഴുതി കളിക്കുക അത്രേ. കളിയല്ല, ഞങ്ങൾക്കിത് കാര്യാ. അതെ, രണ്ടിനും നല്ല ബുദ്ധിയാ. ദേ ഇവളെ പോലെ എന്തെങ്കിലുമൊക്കെ അറിയാണ്ട് പോലും വായിന്ന് വീണ അതിക്കേറി പിടിച്ച് 100 ചോദ്യങ്ങളാ. ഈ രഹസ്യമൊന്നും ഇനി നിങ്ങൾക്ക് ഇവരിൽ നിന്ന് അധികാലം മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. അവർക്കല്ലെങ്കിൽ തന്നെ ഇപ്പോഴും എന്തൊക്കെയോ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ശരിയാ, കുട്ടികൾ വളർന്നു വരിക, അതനുസരിച്ച് അവരുടെ മനസ്സും വളരും. ഈ സംശയങ്ങളാ എപ്പോഴും നമ്മുടെ ജീവിതം തകർക്കുന്നത്. അതൊരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചേച്ചിയും രാജീവ് സാറും തമ്മിൽ ഈ അടുത്തിടെ എന്തെങ്കിലും വഴക്കുണ്ടായോ?